എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-8 വചനങ്ങളാണ്. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരുപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പാപം ചെയ്ത മനുഷ്യൻ പിന്നീട് നടത്തുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ചേർന്ന ചില അവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അവിടെ ഒന്നാമതായി സംഭവിക്കുന്നത് അവന്റെ തേജസ് നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യമാണ്. പാപം ചെയ്തപ്പോൾ മനുഷ്യനിലുണ്ടായിരുന്ന ദൈവ തേജസ്സിന് മങ്ങലേറ്റു. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യന് ഒരുപക്ഷെ പ്രകാശത്തിന്റെ ഒരു ആവരണമുണ്ടായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർക്ക് അവരുടെ നഗ്നതയെക്കുറിച്ച് ബോധ്യമില്ലാതിരുന്നത്, അല്ലെങ്കിൽ അത് കാണാതിരുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ ചിന്തിക്കുന്നു. എത്രമാത്രം അതിൽ സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും പാപം മനുഷ്യനിൽ എന്തോ വലിയ മാറ്റം വരുത്തി. ആദ്യമായി അവിടെ പറയുന്നത് അവരുടെ കണ്ണു തുറന്നു എന്നാണ്. അതായത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നു, അവർ കാണുന്ന രീതികൾക്ക് വ്യത്യാസം വന്നു. പാപത്തിനു മുമ്പ് മനുഷ്യൻ കണ്ണടച്ച് അല്ലല്ലോ നടന്നിരുന്നത്. ഇവിടെ കണ്ണിന് കാഴ്ച കിട്ടി എന്നതിനേക്കാൾ അവന്റെ കാഴ്ചപ്പാടുകൾക്ക് വന്ന വ്യത്യാസത്തെക്കുറിച്ചായിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്നത്. അവനവനെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു, അവന്റെ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെയുള്ള അവന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നു എന്ന് നമുക്ക് കാണാം. സ്വന്തം ശരീരത്തെ നാണം ഉളവാക്കുന്ന ഒന്നായിട്ട് ആദ്യമായി മനുഷ്യൻ കാണുകയാണ്. പാപം ചെയ്ത മനുഷ്യൻ പാപം ചെയ്തു എന്ന കാരണം കൊണ്ട് തന്നെ അവന്റെ ഉള്ളിലേക്ക് ലജ്ജയും അപമാനവും ഒക്കെ വരികയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു. ദൈവവുമായിട്ടുള്ള നല്ല കൂട്ടായ്മയിൽ ജീവിച്ചിരുന്നവനാണ് മനുഷ്യൻ. എത്ര മനോഹരമായ ഒരു പ്രസ്താവനയാണ് വെയിലാറുന്ന സായാഹ്നങ്ങളിൽ ഏദൻ തോട്ടത്തില് മനുഷ്യന്റെ കൂട്ടായ്മ അനുഭവിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു വചനം. അങ്ങനെ ദൈവം വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വരുന്നു, മനുഷ്യൻ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുന്നു. ഈ മധുരമായ കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭയപ്പെടുകയാണ്. ദൈവത്തിൽ നിന്ന് അവൻ ഓടി ഒളിക്കുകയാണ്. ഇതിനു മുമ്പ് ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടിയിരുന്ന അതേ കാലുകൾ കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൂരേക്ക് അവൻ ഓടി മറയുകയാണ്. അവൻ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഈ പാപം മനുഷ്യനിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ഭയവും ലജ്ജയും ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഈ രണ്ട് കാര്യങ്ങളും അവന്റെ ഉള്ളിലെ കുറ്റബോധത്തിന്റെ പ്രകടനങ്ങളാണ്, തെളിവുകളാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ മറ്റാരും ഒരുപക്ഷെ കാണുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ആ പാപത്തിന്റെ കുറ്റബോധം ഉണ്ടാകും. അരുതാത്തത് ഞാൻ ചെയ്തു എന്നുള്ളൊരു ബോധം സാധാരണഗതിയിൽ മനുഷ്യന്റെ ഉള്ളിലേക്ക് വരാറുണ്ട്. അത് നമ്മെ തന്നെ ഒരു ലജ്ജയുടെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കാതെ മുഖം താഴ്ത്തി നിൽക്കുന്ന രീതിയിലേക്ക് ഈ പാപം കൊണ്ട് എത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, കുറ്റവാളികളൊക്കെ കുറ്റം ചെയ്തിട്ട് പിടിക്കപ്പെട്ട് നിൽക്കുമ്പോൾ അവര് മിക്കവാറും ശിരസ്സുയർത്തി അഭിമാനത്തോടെയൊന്നും അല്ല നിൽക്കുന്നത്. ശിരസ് താഴ്ത്തി പലരും മുഖം മൂടിയാണ് പോലീസിന്റെ കൂടെ അവർ നിൽക്കുന്നത്. അതിന്റെ കാരണം ഈ കുറ്റം ചെയ്തതിന്റെ അപമാന ഭാരം, ഈ പാപത്തിന്റെ കുറ്റബോധം അവരുടെ ഉള്ളിൽ വരുന്നതാണ്. ഇവിടെയും ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവർക്ക് ദൈവത്തെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ള ധൈര്യം ചോർന്നുപോയി. അവർ ദൈവത്തെ ഭയപ്പെടുകയും കുറ്റബോധമുള്ളവരായി തീരുകയും ലജ്ജ അവരെ ബാധിക്കുകയും ചെയ്തു. പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ ഏറ്റവും ഭയാനകമായ, ഏറ്റവും സങ്കടകരമായ ഒന്ന് ദൈവവുമായിട്ടുള്ള നല്ല കൂട്ടായ്മ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതാണ് മനുഷ്യന് ഏറ്റവും നല്ലത്. ആടുകൾ ഇടയനോട് അടുത്ത് നിൽക്കുന്നതാണ് ആടുകൾക്ക് ഏറ്റവും നല്ലത്. ഇടയന്റെ പക്കൽ നിന്ന് ദൂരേക്ക് പോകുന്ന ആടുകൾ എപ്പോഴും അപകടത്തിൽപ്പെടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നല്ല ബന്ധത്തിൽ തുടർന്ന മനുഷ്യനെ പാപം
പ്രശ്നത്തിലാക്കി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി എന്ന് മാത്രമല്ല, ദൈവം അവൻ്റെ ശത്രുവായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, പാപം ദൈവത്തോട് ശത്രുത്വമാണ്, അല്ലെങ്കിൽ ദൈവത്തോട് ശത്രുക്കളായിരുന്ന നമ്മൾ എന്ന് പറയുന്നുണ്ട്. പാപം ചെയ്യുമ്പോൾ ദൈവബന്ധം മനുഷ്യന് നഷ്ടപ്പെടുകയും അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെയാകുന്നു, സന്തോഷമില്ലാതെയാകുന്നു, അവന് യാതൊരു വിധത്തിലുള്ള പ്രത്യാശയും ജീവിതത്തിൽ ഇല്ലാതെയാകുന്നു, അവൻ്റെ ജീവിതം നരക തുല്യമായി തീരുന്നു. ദൈവം ഇല്ലാത്ത ജീവിതം നരകതുല്യമാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാത്ത ജീവിതം ഭയങ്ങൾ മൂടപ്പെട്ട, ലജ്ജ മൂടപ്പെട്ട ജീവിതങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ഈ ഭയത്തിനും ലജ്ജയ്ക്കുമൊക്കെ കാരണമായി തീരുന്ന പാപങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആദമിനെക്കുറിച്ചും അവയെക്കുറിച്ചും പറഞ്ഞത് അവര് അത്തി ഇലകൾ കൊണ്ട് തങ്ങൾക്കൊരു വസ്ത്രം ഉണ്ടാക്കി ഉടുക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ്. ആ പാപം വരുത്തിവെച്ച ലജ്ജ മറച്ചു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യനെ നമുക്കിവിടെ കാണാം. പക്ഷെ ആ ശ്രമങ്ങളൊക്കെ വെറും പാഴ്വേലകളാണ്, പരിശ്രമങ്ങളാണ്, പ്രയോജനമില്ലാത്തവയായിരുന്നു. കാരണം ആ അത്തിയിലകളൊക്കെ വാടിപ്പോകുന്നതാണ്. അതിനൊന്നും മനുഷ്യന്റെ പാപത്തിന്റെ കുറ്റബോധത്തെ മറയ്ക്കുവാൻ, പാപം വരുത്തിവെച്ച ഭയത്തെയും ലജ്ജയെയും മറയ്ക്കാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാൽ ദൈവം തന്നെ ഈ പാപം എന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയാലേ മനുഷ്യന്റെ ഈ പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന്, ആ പാപത്തിന്റെ കുറ്റത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്ന മനോഹരമായ ഒരു കാഴ്ച അതാണ്. ഈ അത്തിയിലകൾക്ക് പകരം ദൈവം അവർക്ക് മൃഗത്തോലുകൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ വസ്ത്രം ഉണ്ടാക്കുവാനായിട്ട് ഒരു മൃഗം കൊല്ലപ്പെടുന്നു. ഇതാദ്യത്തെ യാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പാപം ചെയ്ത മനുഷ്യന് പകരം പാപം ചെയ്യാത്ത ഒരു മൃഗം അതിൻ്റെ രക്തം ചിന്തി മരിക്കുമ്പോൾ ആ രക്തം മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കണക്കാക്കുന്ന ഒരു പ്രതീകമാണ് ബലി എന്ന ആശയം. ദൈവം അങ്ങനെ ആദ്യമായി ഒരു ബലിയർപ്പണം നടത്തി എന്ന് നമുക്ക് ചിന്തിക്കാം. ആ മൃഗത്തെ അറുത്ത് മനുഷ്യനെ അതിൻ്റെ തോല് ഉടുപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവം തന്നെ ശ്രമിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അവിടെയാണ് മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമുള്ളത്. നമ്മുടെ പാപങ്ങളുടെ ഭാരങ്ങളും പേറി ദൈവത്തിൽ നിന്ന് ദൂരേക്കല്ല നമ്മൾ യാത്ര ചെയ്യേണ്ടത്. നമ്മെ തേടി വരുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലുവാൻ, ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ പരിഹാരം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.